ഹായ്, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചരിത്രത്തിൽ കേരള PSCക്ക് ഇഷ്ടപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചില ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 12ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ക്ലാസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. PSC പരീക്ഷകൾക്കും കേടെറ്റ്, CTET, സെറ്റ് തുടങ്ങിയ അധ്യാപക യോഗ്യതാ പരീക്ഷകൾക്കുമൊക്കെ വളരെയധികം ഉപയോഗപ്രദമാകും ഇന്നത്തെ ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. 1893 മുതൽ 1914 വരെയുള്ള 2 ദശാബ്ദക്കാലം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം 1914 ജനുവരി മാസം 9-ാം തീയതിയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. അതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ആചരിക്കുന്നത്. 1914 ഇന്ത്യയിൽ തിരിച്ചെത്തിയെങ്കിലും 1919 മുതലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മഹാത്മാഗാന്ധി സജീവമായി ഇടപെട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 1919 മുതൽ 1948 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗാന്ധിയൻ ഇറ എന്ന് അറിയപ്പെടുന്നു. കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നത് 1885 എന്ന് നമുക്കെല്ലാം അറിയാം. 1885 മുതൽ 1909 വരെയുള്ള കോൺഗ്രസിന്റെ കാലഘട്ടത്തെ മിതവാദികളുടെ കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് 1919 വരെയുള്ള കാലഘട്ടത്തെ തീവ്രവാദികളുടെ കാലഘട്ടം എന്നും വിളിക്കുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ സമര രീതി. എന്താണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അത് ആത്മാവിന്റെ ശക്തി എന്നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി 1917 ചമ്പാരനിലായിരുന്നു. ചമ്പാരനിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹ പരിപാടികൾ ആവിഷ്കരിച്ചു. ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് തീൻ കാതിയ വ്യവസ്ഥയെ കുറിച്ചാണ്. എന്താണ് ഈ തീൻ കാതിയ വ്യവസ്ഥ? അത് വേറൊന്നുമല്ല, നീലം കർഷകർ അവരുടെ കൃഷിഭൂമിയുടെ ഒരു നല്ല ഭാഗവും നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. അതാണ് തീൻ കാതിയ വ്യവസ്ഥ. ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗം ആണ് ഇങ്ങനെ മാറ്റിവെക്കേണ്ടത്. 1920 സെപ്റ്റംബർ മാസത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്നാൽ 1922 ഫെബ്രുവരി 4 നടന്ന ചൗരി ചൗര സംഭവം ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിച്ചു. സത്യാഗ്രഹികൾ അക്രമ മാർഗങ്ങളിലൂടെ പോയത് അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടാക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹത്തോടു കൂടിയാണ്. 1930 ജനുവരി മാസം 11-ാം തീയതി ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ഒരു കത്തയക്കുന്നു. അതിൽ അദ്ദേഹം 11 നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപ്പിന്റെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. ഇത്തരം ഈ ആവശ്യങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞാൽ താൻ ഒരു വലിയ സമരത്തിലോട്ട് കടക്കുമെന്നും ഇർവിനെ ഗാന്ധിജി അറിയിച്ചിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇർവിൻ പ്രഭു ഗാന്ധിജിയുടെ കത്തിനെ അവഗണിച്ചു. ഇതേ തുടർന്ന് 1930 മാർച്ച് മാസം 12-ാം തീയതി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് അദ്ദേഹം തൻ്റെ അനുയായികളെയും കൂട്ടി ഒരു വലിയ സത്യാഗ്രഹ റാലി നടത്തി. അതിനെയാണ് ദണ്ഡി മാർച്ച് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സോഷ്യൽ സയൻസ് പാഠശാലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.